Transport layer protocol provides logical communication between application processes running on different hosts. Suppose ഒരു ഹോസ്റ്റ് എടുക്കുകയാണെങ്കിൽ ആ ഹോസ്റ്റിൽ ഒരേ സമയം ഡിഫറെൻറ്റ് പ്രോസസ്സുകൾ റൺ ചെയ്യുന്നുണ്ടാവാം. അതായത് ഒരു സമയത്ത് മെയിൽ ആക്സസ് ചെയ്യുന്നുണ്ടാവാം, യൂസർ മെയിൽ ആക്സസ് ചെയ്യുന്നുണ്ടാവാം, വേറെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വെബ്സൈറ്റ് ആക്സസ് ചെയ്യുന്നുണ്ടാവാം. അങ്ങനെ ഡിഫറെൻറ്റ് പ്രോസസ്സുകൾ, ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻ പ്രോസസ്സുകൾ ഒരേ സമയം റൺ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ വരുന്ന ഡേറ്റ ഇതിൽ ഏത് പ്രോസസ്സിൻ്റെതാണെന്ന് നോക്കി ആ കറക്റ്റ് പ്രോസസ്സിന് ഡെലിവർ ചെയ്യുക. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അതാണ് ആരുടെ മെയിൻ ഫംഗ്ഷൻ, ട്രാൻസ്പോർട്ട് ലെയറിന്റെ മെയിൻ ഫംഗ്ഷൻ. ഹോസ്റ്റിൽ കൊണ്ട് ഡേറ്റ ആരെത്തിക്കും, സെൻഡിങ് ഹോസ്റ്റ് ടു റിസീവിങ് ഹോസ്റ്റിൽ നെറ്റ്വർക്ക് ലെയർ എത്തിക്കും. ഇനി ഒരു ഹോസ്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഏത് പ്രോസസ്സിൻ്റെതാണെന്ന് നോക്കി കറക്റ്റ് ആയിട്ട് ആ പ്രോസസ്സുകൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അതാണ് ആരുടെ ഫംഗ്ഷൻ, ട്രാൻസ്പോർട്ട് ലെയറിന്റെ ഫംഗ്ഷൻ. സപ്പോസ് ഇപ്പോൾ വീട്ടിൽ പോസ്റ്റ്മാൻ ലെറ്റർ കൊണ്ടുവരികയാണ്. അപ്പം പോസ്റ്റൽ സിസ്റ്റം എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ലെയറിന്റെ ഫംഗ്ഷൻ ചെയ്യും. ഇനി വീട്ടിൽ കൊണ്ടുവരുന്ന ലെറ്റേഴ്സ്, ആ ലെറ്റേഴ്സ് വാങ്ങി ഇപ്പൊ വീട്ടിലിപ്പോ അമ്മയാണെങ്കിൽ അമ്മ ആ ലെറ്റേഴ്സ് എല്ലാം വാങ്ങിയിട്ട് വീട്ടിലുള്ളവർക്ക്, അച്ഛന്, മക്കൾക്ക്, അങ്ങനെ ആർക്കൊക്കെയാണെന്ന് വെച്ചാൽ അവർക്കെല്ലാം ഈ പറയുന്ന ലെറ്റേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ആരുടെ ലെറ്റർ ആർക്കാണ് വന്ന ലെറ്റർ നോക്കി കറക്റ്റ് ആൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ അമ്മ അവിടെ ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് ഇവിടെ ആര് ചെയ്യുന്നത്, ട്രാൻസ്പോർട്ട് ലെയറിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ട്രാൻസ്പോർട്ട് ലെയർ എന്ന് പറയുന്നത് ഇപ്പൊ ഡിഫറെന്റ് പ്രോസസ്സുകൾ റൺ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതിൽ ഏത് പ്രോസസ്സിൻ്റെതാണെന്ന് നോക്കി ഡേറ്റ കറക്റ്റ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ, ട്രാൻസ്പോർട്ട് ലെയറിന്റെ ഫംഗ്ഷൻ. സോ എക്സ്റ്റെൻഡിങ് ഹോസ്റ്റ് ടു ഹോസ്റ്റ് ഡെലിവറി, ഹോസ്റ്റ് ടു ഹോസ്റ്റ് ഡെലിവറി ആരാണ് ചെയ്യുന്നത്, നെറ്റ്വർക്ക് ലെയർ ആണ് ചെയ്യുന്നത്. സെൻഡിങ് ഹോസ്റ്റിൽ നിന്ന് റിസീവിങ് ഹോസ്റ്റിൽ കൊണ്ടുവന്ന് തരിക. ഇനി ഹോസ്റ്റിൽ തന്നെ ഡിഫറെന്റ് പ്രോസസ്സുകൾ റൺ ചെയ്യുന്നുണ്ടാവും, അതിന്റെ കറക്റ്റ് പ്രോസസ്സ് നോക്കി ഡെലിവർ ചെയ്യുക. സോ എക്സ്റ്റെൻഡിങ് ഹോസ്റ്റ് ടു ഹോസ്റ്റ് ഡെലിവറി ടു process to process delivery is a main function of TCP and UDP. So transport layer ഉള്ള main protocols ആണ് ഇത്, TCP യും UDP യും. So TCP യുടെ UDP യുടെയും main function എന്ന് പറയുന്നത് എന്താണ്, process to process delivery. correct application process ഏതാന്ന് നോക്കി അതിന് വേണ്ടിയിട്ടുള്ള ഡേറ്റ പ്രൊവൈഡ് ചെയ്യുക. സോ ട്രാൻസ്പോർട്ട് ലെയറിൽ വരുന്ന പ്രോട്ടോകോൾസ്, മെയിൻ ആയിട്ട് വരുന്ന പ്രോട്ടോകോൾസ് ആണ് TCP, UDP. അതിൽ UDP, യൂസർ ഡേറ്റാഗ്രാം പ്രോട്ടോകോൾ. UDP എന്ന് പറയുന്നത് UDP provides an unreliable connectionless service to the invoking application. So UDP യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസിന് UDP പ്രൊവൈഡ് ചെയ്യുന്നത് അൺറിലയബിൾ കണക്ഷൻലെസ് സർവീസ് ആണ്. കണക്ഷൻലെസ് സർവീസ് എന്ന് പറയാൻ കാര്യം, UDP ഒരു ഡേറ്റ സെൻഡ് ചെയ്യുന്നതിന് മുന്നേ, UDPക്ക് എപ്പോഴാണോ ഒരു പെർട്ടിക്കുലർ ഡേറ്റ എപ്പോഴാണോ സെൻഡ് ചെയ്യാനുള്ളത് ആ ഡേറ്റ അതുപോലെ അങ്ങ് സെൻഡ് ചെയ്യാണ്. അല്ലാണ്ട് ഡേറ്റ സെൻഡ് ചെയ്യുന്നതിന് മുന്നേ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യോ അങ്ങനെ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റ് പ്രൊസീജിയറോ ഒന്നും തന്നെ ഇല്ല. എപ്പോഴാണോ ഡേറ്റ സെൻഡ് ചെയ്യാനുള്ളത് ആ ഡേറ്റ അതുപോലെ സെൻഡ് ചെയ്യുന്നു. സോ വിത്ത് UDP there is no handshaking between sending and receiving processes before sending a segment. അതുകൊണ്ട് hence UDP is said to be connectionless. ഇനി അൺറിലയബിൾ എന്ന് പറയാൻ കാര്യം, UDP മെസ്സേജസ് ക്യാൻ ബി ലോസ്റ്റ്. എല്ലാ മെസ്സേജസും അവിടെ റിസീവിംഗ് സൈഡിൽ എത്തണം എന്നില്ല. ഡ്യൂപ്ലിക്കേറ്റഡ്, എത്തിയ മെസ്സേജിന് വീണ്ടും എത്താം. ഡിലേഡ്, എത്തിയ മെസ്സേജസ് വളരെ ഡിലേഡ് ആയിട്ട് എത്താം. ആൻഡ് ക്യാൻ ബി ഡെലിവേർഡ് ഔട്ട് ഓഫ് ഓർഡർ, സെൻഡ് ചെയ്ത് കറക്റ്റ് ഓർഡറിൽ തന്നെ ആവണം എന്നില്ല. ഫസ്റ്റ് പാക്കറ്റ് കുറെ കഴിഞ്ഞ് വരാം, അതിന് മുന്നേ പഴയ വീണ്ടും ഫസ്റ്റ് പാക്കറ്റ് എത്തുന്നതിന് മുന്നേ തന്നെ സെക്കൻഡും തേർഡും ഒക്കെ എത്താം. സോ പാക്കറ്റ്സ് ക്യാൻ ബി ഡെലിവേർഡ് ഔട്ട് ഓഫ് ഓർഡർ. അതൊക്കെ കൊണ്ടാണ് UDPനെ എന്തെന്ന് പറയുന്നത്, അൺറിലയബിൾ എന്ന് പറയുന്നത്. സോ UDP അതിന്റെ ആപ്ലിക്കേഷന് പ്രൊവൈഡ് ചെയ്യുന്നത് അൺറിലയബിൾ കണക്ഷൻലെസ് സർവീസ് ആണ്. UDP ചെയ്തു തരുന്ന സർവീസസ് എന്ന് പറയുന്നത് പ്രോസസ് ടു പ്രോസസ് ഡെലിവറി ആൻഡ് എറർ ചെക്കിംഗ്. അഡീഷണൽ ആയിട്ട് ചെയ്യുന്നത് എറർ ചെക്കിംഗ് മാത്രമാണ് ആര് ചെയ്യുന്നത്, UDP ചെയ്യുന്നത്. TCPയും UDPയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ TCP സെഗ്മെന്റിന് അതിന്റെ ഹെഡറിൽ 20 bytes ആണുള്ളത്. UDP ഹെഡർ കുറച്ചുകൂടെ ഓവർ ഹെഡ് കുറവാണ്, 8 bytes ഉള്ളൂ UDPയുടെ കാര്യത്തിൽ. സോ പ്രോസസ്സിംഗ് ഒക്കെ കുറച്ചുകൂടെ സ്പീഡായിട്ട് ചെയ്യാൻ എവിടെ പറ്റും, UDPയിൽ പറ്റും. കാര്യം UDPയുടെ ഹെഡറിൽ 8 bytes ഉള്ളൂ, TCPയുടെ ഹെഡറിൽ 20 bytes ഉണ്ട്. ഇനി UDP യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസിന് എക്സാമ്പിൾസ് ആണ് RIP, DNS, SNMP etc. സോ ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ UDP ആണ് യൂസ് ചെയ്യുന്നത്. സോ ഫാസ്റ്റ് ആയിട്ട് ഡേറ്റ കൊണ്ട് എത്തിക്കണം. ഈ പറയുന്ന റിലയബിൾ ഡെലിവറി അല്ലെങ്കിൽ കണക്ഷൻ ഓറിയന്റഡ് സർവീസ് ഇതിനേക്കാളും ഒക്കെ ഫാസ്റ്റ് ആയിട്ട് ഡേറ്റ കൊണ്ട് എത്തിക്കണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ് എങ്കിൽ ആരെയായിരിക്കും യൂസ് ചെയ്യുക, UDP ആയിരിക്കും യൂസ് ചെയ്യുക. സോ റിലയബിൾ ആയിട്ട് ഡേറ്റ കൊണ്ട് എത്തിക്കണമെങ്കിൽ ആരെ പ്രിഫർ ചെയ്യും, TCPയെ പ്രിഫർ ചെയ്യും.
Next, UDP segment structure. UDP segment structure നോക്കിയാൽ ഇത് ഒറിജിനൽ ഡേറ്റ, ആപ്ലിക്കേഷൻ ഡേറ്റ ഓർ ഒറിജിനൽ ഡേറ്റ. അത് അല്ലാണ്ടുള്ള പോർഷൻ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹെഡർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഹെഡറിൽ നോക്കിയാൽ 4 ഫീൽഡുകളുണ്ട്. 1 2 3 4 അങ്ങനെ 4 ഫീൽഡ്സ് ഉണ്ട്. ഓരോ ഫീൽഡിനും 2 ബൈറ്റ്സ് വെച്ചിട്ട്, 4 ഫീൽഡ്, അതിനകത്ത് ഓരോ ഫീൽഡിനും 2 ബൈറ്റ്സ് വെച്ചിട്ട്, അങ്ങനെ മൊത്തം 8 ബൈറ്റ്സ് ആണ് എന്തിനുള്ളത്, 8 ബൈറ്റ്സ് ആണ് അതിന്റെ ഹെഡർ പോർഷനിലുള്ളത്. അതിനകത്ത് ഫസ്റ്റ് 16 ബിറ്റ്സ് എന്ന് പറയുന്നത് സോഴ്സ് പോർട്ട് അഡ്രസ് ആണ്. സോഴ്സ് പോർട്ട് അഡ്രസ് എന്ന് പറയുമ്പോൾ സെൻഡിങ് ഹോസ്റ്റില് ഏത് ആപ്ലിക്കേഷൻ പ്രോസസ് ആണോ ഈ പറയുന്ന ഡേറ്റ സെൻഡ് ചെയ്യുന്നത്, ആ ആപ്ലിക്കേഷൻ പ്രോസസ്സിന്റെ പോർട്ട് നമ്പർ ആണ് ഇത് സോഴ്സ് പോർട്ട് എന്ന് പറയുന്നത്. അത് 16 ബിറ്റ്സ്. ഇനി ഡെസ്റ്റിനേഷൻ ഹോസ്റ്റില് ഏത് ആപ്ലിക്കേഷൻ പ്രോസസ്സിലോട്ടാണോ സെൻഡ് ചെയ്യുന്നത്, ആ ആപ്ലിക്കേഷൻ പ്രോസസ്സിന്റെ പോർട്ട് നമ്പർ ആണ് ഇത് ഡെസ്റ്റിനേഷൻ പോർട്ട്. അതും 16 ബിറ്റ്സ്. UDP ലെങ്ത് അതും 16 ബിറ്റ്സ് ആണ്. UDP ലെങ്ത് എന്ന് പറയുന്നത് ഈ മൊത്തം സെഗ്മെന്റ്, ഈ ഫുൾ സെഗ്മെന്റിന്റെ സൈസ് ആണ് UDP ലെങ്ത് ആയിട്ട് വരിക. അതായത് ഹെഡർ, 8 ബൈറ്റ് ഹെഡർ പ്ലസ് ഡേറ്റ, അങ്ങനെ മൊത്തം സെഗ്മെന്റിന്റെ സൈസ് ആണ് ഇവിടെ വരുന്നത്, UDP ലെങ്ത്തിൽ വരുന്നത്. ഇനി അടുത്ത നെക്സ്റ്റ് എന്ന് പറയുന്നത് UDP ചെക്സം. ചെക്സം ഇൻക്ലൂഡ് ചെയ്യുന്നത് എപ്പോഴും എറർ ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ചെക്സം യൂസ് ചെയ്യുന്നത്. സോ UDP പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അഡീഷണൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ എറർ ഡിറ്റക്ഷൻ ആണ്. പിന്നെ കാണിച്ചിരിക്കുന്ന ആപ്ലിക്കേഷൻ ഡേറ്റ അല്ലെങ്കിൽ ഒറിജിനൽ ഡേറ്റ. Next, TCP or Transmission Control Protocol. TCP provides a connection-oriented, full duplex, reliable, streamed delivery service using IP to transport messages between two processes. TCP is said to be connection oriented. Connection oriented എന്ന് പറയാൻ കാരണം ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സ് വേറൊരു പ്രോസസ്സിന് ഡേറ്റ സെൻഡ് ചെയ്യണമെങ്കിൽ ഡേറ്റ സെൻഡ് ചെയ്യുന്നതിന് മുന്നേ ഒരു ഹാൻഡ് ഷേക്കിംഗ് പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യണം. അതായത് സെൻഡ് ചെയ്യുന്ന ആള് റിസീവ് ചെയ്യുന്ന ആൾക്ക് റിക്വസ്റ്റ് സെൻഡ് ചെയ്യണം, അതുപോലെ തന്നെ റിസീവ് ചെയ്യുന്ന ആൾ തിരിച്ച് അക്നോളജ്മെന്റ് സെൻഡ് ചെയ്യണം. സോ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന ഹാൻഡ് ഷേക്കിംഗ് പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം, ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തതിനു ശേഷം മാത്രം എന്ത് സെൻഡ് ചെയ്യാൻ തുടങ്ങുന്നു, ഒറിജിനൽ ഡേറ്റ സെൻഡ് ചെയ്യാൻ തുടങ്ങുന്നു. അതുകൊണ്ടാണ് TCP എന്തെന്ന് പറയുന്നത്, കണക്ഷൻ ഓറിയന്റഡ് എന്ന് പറയുന്നത്. UDP അങ്ങനെയല്ല, അത് കണക്ഷൻ ലെസ് ആണ്. ഇതുപോലുള്ള ഒരു ഹാൻഡ് ഷേക്കിംഗ് പ്രൊസീജിയർ ഒന്നുമില്ല. ഡേറ്റ വരുമ്പോൾ ഡേറ്റ സെൻഡ് ചെയ്യുന്നു. ഇനി റിലയബിലിറ്റി is ensured by, അതായത് TCP provides a reliable service. റിലയബിൾ സർവീസ് എന്ന് പറയുന്നത് ഇത് കണക്ഷൻ ഓറിയന്റഡ് സർവീസ് ആണ്. ഡേറ്റ സെൻഡ് ചെയ്യുന്നതിന് മുന്നേ അങ്ങോട്ടും ഇങ്ങോട്ടും റിക്വസ്റ്റ് ചെയ്ത് അക്നോളജ് ചെയ്ത് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടാണ് ഡേറ്റ സെൻഡ് ചെയ്യാൻ തുടങ്ങുന്നത്. സോ അത് റിലയബിലിറ്റി പ്രൊവൈഡ് ചെയ്യും. കണക്ഷൻ ഓറിയന്റഡ് സർവീസ് ആണ്. Then it provides flow control provide ചെയ്യും. Flow control എന്ന് പറഞ്ഞാൽ സെൻഡിങ് പ്രോസസ്സിന്റെയും റിസീവിംഗ് പ്രോസസ്സിന്റെയും ട്രാൻസ്മിഷൻ റേറ്റ് മാച്ച് ചെയ്യുക. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഫ്ലോ കൺട്രോൾ എന്ന് പറയുക. അതായത് റിസീവിംഗ് ഹോസ്റ്റിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതിൽ കൂടുതൽ ഡേറ്റ വരികയാണെങ്കിൽ റിസീവിംഗ് ഹോസ്റ്റിൽ നിന്ന് എന്ത് ചെയ്യാൻ തുടങ്ങും, ഈ ഡേറ്റ ഓവർഫ്ലോ ചെയ്യാൻ തുടങ്ങും, ആ ഡേറ്റ എല്ലാം ലോസ് ആവും. സോ സെൻഡിങ് ഹോസ്റ്റിന്റെ ട്രാൻസ്മിഷൻ റേറ്റും റിസീവിംഗ് ഹോസ്റ്റിന്റെ റിസീവ് ചെയ്യാനുള്ള റേറ്റും, സോ രണ്ട് റേറ്റും കൂടെ തമ്മിൽ എന്ത് ചെയ്തിരിക്കണം, മാച്ച് ചെയ്തിരിക്കണം. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഫ്ലോ കൺട്രോൾ എന്ന് പറയുന്നത്. സോ TCP എന്ത് ചെയ്യുന്നുണ്ട്, ഫ്ലോ കൺട്രോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Then error detection using checksum. Checksum വെച്ചിട്ട് എറേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എറർ കൺട്രോൾ യൂസിങ് ARQ ടെക്നിക്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ സപ്പോസ് ഡേറ്റ സെൻഡ് ചെയ്താലും ഈ സെഗ്മെന്റ്സ് സെൻഡ് ചെയ്താലും എന്തെങ്കിലും എറേഴ്സ് ഉണ്ട് എന്ന് കണ്ട് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സെഗ്മെന്റ്സിനെ എല്ലാം ഡിസ്കാർഡ് ചെയ്യും. UDP-ലാണെങ്കിൽ ആ സെഗ്മെന്റ്സിനെ അങ്ങ് ഡിസ്കാർഡ് ചെയ്യത്തേ ഉള്ളൂ. പക്ഷേ TCP-ലാണെങ്കിൽ ഈ സെഗ്മെന്റ്സിനെ ഡിസ്കാർഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് സെന്ററിനെ അറിയിക്കും. ഈ പറയുന്ന പെർട്ടിക്കുലർ സെഗ്മെന്റ്സിനെ ഡിസ്കാർഡ് ചെയ്തു, സോ അതിനെ റീസെൻഡ് ചെയ്യണം എന്നുള്ള കാര്യം എവിടെ അറിയിക്കും, സെന്ററിൽ അറിയിക്കും. സോ സെന്ററിന് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും, റീസെൻഡ് ചെയ്യാൻ പറ്റും. ഈ ഡിസ്കാർഡ് ചെയ്ത സെഗ്മെന്റ്സിനെയൊക്കെ റീസെൻഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ തന്നെ ചില സെഗ്മെന്റ്സ് ഒരുപക്ഷെ റിസീവറിൽ എത്തണമെന്നില്ല, ഇൻ ബിറ്റ്വീൻ വെച്ചിട്ട് പറയുന്ന പാക്കറ്റ്സ് അല്ലെങ്കിൽ സെഗ്മെന്റ്സ് ലോസ് ആയി പോവാം. അങ്ങനെ റിസീവർ സൈഡിൽ എത്താത്ത പാക്കറ്റ്സിനെയും എന്ത് ചെയ്യാൻ പറ്റും, സെന്ററിന് വീണ്ടും റീസെൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള എറർ കൺട്രോൾ ടെക്നിക്സ് എവിടെ ഉണ്ട്, TCP-യിലുണ്ട്. അതും റിലയബിലിറ്റി പ്രൊവൈഡ് ചെയ്യും. പിന്നെ കൺജഷൻ കൺട്രോൾ അൽഗോരിതംസ് ഉണ്ട്. നെറ്റ്വർക്ക് ട്രാഫിക് കൂടുതലാണെങ്കിൽ, നെറ്റ്വർക്കിൽ ട്രാഫിക് കൂടുതലാണെന്ന് കണ്ടാൽ സെൻഡർ എന്ത് കുറയ്ക്കണം, ട്രാൻസ്മിഷൻ റേറ്റ് കുറയ്ക്കണം. അറ്റ് എ ടൈം സെൻഡ് ചെയ്യുന്ന നമ്പർ ഓഫ് സെഗ്മെന്റ്സ് കുറയ്ക്കണം. അങ്ങനെ കൺജഷൻ കൺട്രോൾ അൽഗോരിതംസും എവിടെ അവൈലബിൾ ആണ്, TCP-യിൽ അവൈലബിൾ ആണ്. സോ പറയാം, റിലയബിലിറ്റി is ensured in TCP by connection oriented service, flow control mechanisms, error detection, error control mechanisms and by congestion control algorithms.
പിന്നെ TCP connection is always point to point. Point to point എന്ന് പറയാൻ കാര്യം TCP connection എപ്പോഴും it is between a single sender and a single receiver. ഒരു single senderും ഒരു single receiverനും ഇടയ്ക്കുള്ള കണക്ഷൻ ആയിരിക്കും എന്ത് TCP എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനെ എന്തെന്ന് പറയാം, point to point എന്ന് പറയാം. TCP connection provides a full duplex service. Full duplex service എന്ന് പറയാൻ കാര്യം ഇപ്പൊ process A to process B data സെൻഡ് ചെയ്യാണ്. At the same time തന്നെ process B to process A യും data സെൻഡ് ചെയ്യാൻ പറ്റും. A to B data പോകുന്ന അതേ സമയം തന്നെ B to A data സെൻഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എന്ത് പറയാം, TCP connection provides a full duplex service. ഇനി TCP യൂസ് ചെയ്യുന്ന പോപ്പുലർ ഇന്റർനെറ്റ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് SMTP, HTTP, FTP. സോ ഇവരെല്ലാം TCP യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ആണ്. നെക്സ്റ്റ് TCP സെഗ്മെന്റ് സ്ട്രക്ചർ. TCP സെഗ്മെന്റ് സ്ട്രക്ചറിൽ നോക്കിയാൽ ഫസ്റ്റ് 16 ബിറ്റ്സ് സോഴ്സ് പോർട്ട് ആണ്. സെൻഡിങ് ആപ്ലിക്കേഷൻ പ്രോസസ്സിന്റെ പോർട്ട് നമ്പർ ആണ് സോഴ്സ് പോർട്ട്. ഡെസ്റ്റിനേഷൻ പോർട്ട് അടുത്ത 16 ബിറ്റ്സ്. റിസീവിംഗ് ആപ്ലിക്കേഷൻ പ്രോസസ്സിന്റെ പോർട്ട് നമ്പർ ആണ് ഇത് ഡെസ്റ്റിനേഷൻ പോർട്ട്. അടുത്ത സീക്വൻസ് നമ്പർ. ഡിഫറെന്റ് സെഗ്മെന്റ്സ് സെൻഡ് ചെയ്യുമ്പോൾ സെൻഡിങ് ഹോസ്റ്റിൽ നിന്ന് റിസീവിംഗ് ഹോസ്റ്റിലോട്ട് ഡിഫറെന്റ് സെഗ്മെന്റ്സ് സെൻഡ് ചെയ്യുമ്പോൾ ഓരോ സെഗ്മെന്റിനും എന്തുണ്ടാവണം, സീക്വൻസ് നമ്പർ ഉണ്ടാവണം. കാരണം ഈ സെഗ്മെന്റ്സ് ഒന്നും ഓർഡേർഡ് ആയിട്ട് എവിടെ എത്തണം എന്നില്ല, റിസീവറിൽ എത്തണം എന്നില്ല. അപ്പൊ ഫസ്റ്റ് 2 സെഗ്മെന്റ്സ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം തേർഡ് സെഗ്മെന്റ് കിട്ടാണ്ട് ഫോർത്ത് സെഗ്മെന്റ് വരാം. ഫോർത്ത് സെഗ്മെന്റ് കിട്ടിക്കഴിയുമ്പോൾ ഫിഫ്ത്തും സിക്സ്തും കിട്ടാണ്ട് ചിലപ്പോൾ 7th വരാം. സോ ഫൈനലി ഇതെല്ലാം കൂടെ എന്ത് ചെയ്യണം, റിസീവറിന് കറക്റ്റ് ഓർഡറിലാക്കണം. അങ്ങനെ കറക്റ്റ് ഓർഡറിലാക്കണമെങ്കിൽ ഓരോ സെഗ്മെന്റിലും എന്തുണ്ടാവണം, സീക്വൻസ് നമ്പർ ഉണ്ടാവണം. ഇനി സീക്വൻസ് നമ്പർ കൊടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഫസ്റ്റ് സെഗ്മെന്റിന് 1, സെക്കൻഡ് സെഗ്മെന്റിന് 2 അങ്ങനെയല്ല കൊടുക്കുക. ഇപ്പൊ ഫസ്റ്റ് സെഗ്മെന്റ്സിൽ ഫുൾ ഡേറ്റിന് ഡിഫറെന്റ് ബൈറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇപ്പൊ ഫസ്റ്റ് സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ബൈറ്റ് വരും. അപ്പൊ ഫസ്റ്റ് ബൈറ്റ് എന്ന് പറയുമ്പോൾ സീക്വൻസ് നമ്പർ 1 എന്ന് കൊടുക്കും. ഇപ്പൊ ഫസ്റ്റ് സെഗ്മെന്റിൽ മൊത്തം 10 ബൈറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ഡേറ്റ മൊത്തം എത്രയുണ്ട്, 10 ബൈറ്റ്സ് ഉണ്ട് ഫസ്റ്റ് സെഗ്മെന്റിൽ. സെക്കൻഡ് സെഗ്മെന്റിൽ അപ്പം സ്റ്റാർട്ടിങ്ങിൽ വരുന്നതായിരിക്കും 11th ബൈറ്റ് ആയിരിക്കും സ്റ്റാർട്ടിങ്ങിൽ വരിക. അപ്പോൾ സെക്കൻഡ് സെഗ്മെന്റിന്റെ സീക്വൻസ് നമ്പർ എന്തായിരിക്കും എടുക്കുക, 11 എന്നായിരിക്കും എടുക്കുക. അപ്പൊ ഫസ്റ്റ് സെഗ്മെന്റിൽ 1 to 10 ബൈറ്റ്സ് ആ ഉള്ളത്. അപ്പൊ ആദ്യത്തെ ബൈറ്റ് ഫസ്റ്റ് ബൈറ്റ് ആണ്, സോ സീക്വൻസ് നമ്പർ 1. സെക്കൻഡ് സെഗ്മെന്റിൽ 11th ബൈറ്റ് തൊട്ടാണുള്ളത്. അപ്പൊ ഫസ്റ്റ് ബൈറ്റ് എന്ന് പറയുന്നത് 11th ആണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ സീക്വൻസ് നമ്പർ എന്തായിരിക്കും എടുക്കുക, 11 ആയിരിക്കും എടുക്കുക. അപ്പൊ സീക്വൻസ് നമ്പർ എന്ന് പറയുന്നത് ഓരോ സെഗ്മെന്റിന്റെയും ഫസ്റ്റ് ബൈറ്റിന്റെ ബൈറ്റ് സ്ട്രീം നമ്പർ ആണ് എന്തായിട്ട് എടുക്കുക, സീക്വൻസ് നമ്പർ ആയിട്ട് എടുക്കുക. ഇനി അക്നോളജ്മെന്റ് നമ്പർ. അക്നോളജ്മെന്റ് നമ്പർ എന്ന് വെച്ചാൽ റിസീവർ ഇനി അടുത്ത ഏത് സെഗ്മെന്റ് ആണോ എക്സ്പെക്ട് ചെയ്യുന്നത് ആ സെഗ്മെന്റിന്റെ സീക്വൻസ് നമ്പർ ആണ് ഏത്, അക്നോളജ്മെന്റ് നമ്പർ. ഇപ്പൊ സപ്പോസ് ഫസ്റ്റ് സെഗ്മെന്റ് കിട്ടിയെന്ന് വിചാരിക്കാം. ഫസ്റ്റ് സെഗ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ റിസീവർ ഇനി എക്സ്പെക്ട് ചെയ്യുന്നത് ആരെയാണ്, സെക്കൻഡ് സെഗ്മെന്റിനെയാണ് എക്സ്പെക്ട് ചെയ്യുക. അപ്പൊ ആ സെക്കൻഡ് സെഗ്മെന്റിന്റെ സീക്വൻസ് നമ്പർ ആയിരിക്കും എവിടെ എഴുതുക, അക്നോളജ്മെന്റ് നമ്പർ ആയിട്ട് എഴുതുക. തേർഡ് സെഗ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് എക്സ്പെക്ട് ചെയ്യുന്നത് ഫോർത്തിനെ ആയിരിക്കും എക്സ്പെക്ട് ചെയ്യുക. അപ്പൊ ആ ഫോർത്തിന്റെ സീക്വൻസ് നമ്പർ ആണ് എവിടെ ആയിട്ട് എഴുതുക, അക്നോളജ്മെന്റ് നമ്പർ ആയിട്ട് എഴുതുക. റിസീവർ ഇനി എക്സ്പെക്ട് ചെയ്യുന്ന സെഗ്മെന്റിന്റെ സീക്വൻസ് നമ്പർ ആണ് എന്തായിട്ട് എഴുതുക, അക്നോളജ്മെന്റ് നമ്പർ ആയിട്ട് എഴുതുക. ഇനി ഹെഡർ ലെങ്ത്. ഹെഡർ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഡേറ്റ ഒഴിച്ചിട്ടുള്ള ബാക്കി ഹെഡറിന്റെ ലെങ്ത് ആണ് എന്തായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത്, ഹെഡർ ലെങ്ത് ആയിട്ട് എഴുതുക. അത് നമ്പർ ഓഫ് വേർഡ്സിലാണ് എഴുതുക, എത്ര വേർഡ്സ് ഉണ്ടെന്ന്. ഒരു വേർഡ് എന്ന് പറയുന്നത് 32 ബിറ്റ് ആയിട്ടാണ് എടുക്കുക. സോ എത്ര വേർഡ്സ് ഉണ്ട്, ഹെഡർ പോർഷനിൽ എത്ര വേർഡ്സ് ഉണ്ട്, അതാണ് ഹെഡർ ലെങ്ത് ആയിട്ട് എഴുതുക. ഇത് ഇത്രയും അൺയൂസ്ഡ് ആണ്. ഇനി അവിടുത്തെ 6 കൺട്രോൾ ഫ്ലാഗ് ബിറ്റ്സ് ഉണ്ട്, എല്ലാം 1 ബിറ്റ് വെച്ചിട്ടാണ്. URG ബിറ്റ് 1 ആണെങ്കിൽ മീനിങ് ഒറിജിനൽ ഡേറ്റയിൽ അർജന്റ് ഡേറ്റ ഉണ്ട്. ഇനി ACK ബിറ്റ് 1 ആണെങ്കിൽ മീനിങ് അക്നോളജ്മെന്റ് നമ്പർ എന്ന് പറയുന്നത് വാലിഡ് ആണ്. ഇനി PSH ബിറ്റ് 1 ആണെങ്കിൽ പുഷ് ദ ഡേറ്റ വിത്തൗട്ട് ബഫറിംഗ്, അതായത് വരുന്ന ഡേറ്റയെ മെമ്മറിയിലോട്ട് ബഫറിലോട്ട് വെക്കാണ്ട് ഡയറക്റ്റ് എങ്ങോട്ട് കൊടുക്കുക, പ്രോസസ്സിലോട്ട് ഡെലിവർ ചെയ്യുക, അതാണ് PSH ബിറ്റ് 1 ആണെങ്കിൽ. ഇനി RST ബിറ്റ് 1 ആണെങ്കിൽ റീസെറ്റ് ദ കണക്ഷനെ റീസെറ്റ് ചെയ്യുക. SYN ബിറ്റ് 1 ആണെന്ന് വെച്ചാൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്ത് സെൻഡ് ചെയ്യുന്ന സെഗ്മെന്റിൽ SYN ബിറ്റ് എന്തായിരിക്കും, 1 ആയിരിക്കും. SYN ബിറ്റ് 1 ആണെങ്കിൽ മീനിങ് എന്താണ്, കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തോട്ടെ എന്ന് ചോദിച്ച് റിക്വസ്റ്റ് ചെയ്യുന്നതാണ് ഇത് SYN ബിറ്റ്. FIN ബിറ്റ് എന്ന് പറയുന്ന ഒരു കണക്ഷൻ ടെർമിനേറ്റ് ചെയ്യണമെങ്കിൽ ടെർമിനേറ്റ് ചെയ്യാനായിട്ട് FIN ബിറ്റ് 1 ആക്കി സെറ്റ് ചെയ്യും. അപ്പൊ ഇതെല്ലാം 1 ബിറ്റ് കൺട്രോൾ ഫ്ലാഗ് ബിറ്റ്സ് ആണ്.
ഇനി റിസീവ് വിൻഡോ യൂസ് ചെയ്യുന്നത് ഫ്ലോ കൺട്രോളിന് വേണ്ടിയിട്ടാണ് റിസീവ് വിൻഡോ യൂസ് ചെയ്യുന്നത്. അതായത് റിസീവറിന് ഇനി എത്രത്തോളം ബൈറ്റ്സിന് അതിന് റിസീവ് ചെയ്യാൻ പറ്റും, അതിന്റെ മെമ്മറിയിൽ എത്രത്തോളം സ്പേസ് ഉണ്ട്, ബഫറിൽ എത്രത്തോളം സ്പേസ് ഉണ്ടെന്ന് കാണിക്കാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്, റിസീവ് വിൻഡോ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ പ്രോസസ് എ ടു പ്രോസസ് ബി ഡേറ്റ സെൻഡ് ചെയ്യുവാണെങ്കിൽ പ്രോസസ് എ എന്ന് പറയുന്നത് അതിന്റെ ബഫറിന്റെ സൈസ് വെച്ചിട്ടായിരിക്കും റിസീവ് വിൻഡോയിൽ ഡേറ്റ കൊടുക്കുക. അതുപോലെ തന്നെ പ്രോസസ് ബി സെൻഡ് ചെയ്യുന്ന സെഗ്മെന്റ്സിലെല്ലാം അതിന്റെ പ്രോസസ് ബിയുടെ കറസ്പോണ്ടിങ് ബഫറിന്റെ സൈസ് അനുസരിച്ചായിരിക്കും എന്ത് കൊടുക്കുക, റിസീവ് വിൻഡോ സൈസ് കൊടുക്കുക. അപ്പൊ റിസീവ് ചെയ്യുന്ന ആൾക്ക് ഇനി എത്രത്തോളം ബൈറ്റ്സിന് റിസീവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ പറയുന്ന റിസീവ് വിൻഡോ നോക്കിയിട്ട് വേണം സെൻഡർ എപ്പോഴും ഡേറ്റ സെൻഡ് ചെയ്യാൻ. അതായത് റിസീവറിന് കേപ്പബിൾ ആയതിനേക്കാൾ കൂടുതൽ ഡേറ്റ സെൻഡ് ചെയ്യാൻ പാടില്ല. കാര്യം അതിൽ കൂടുതൽ ഡേറ്റ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ റിസീവർ സൈഡിൽ എത്തുമ്പോൾ അതിന്റെ ബഫർ അല്ലെങ്കിൽ മെമ്മറി ഓവർഫ്ലോ ചെയ്യാൻ തുടങ്ങും, ആ ഡേറ്റ എല്ലാം ലൂസ് ആയി പോകും. അപ്പൊ റിസീവ് വിൻഡോ എന്ന് പറഞ്ഞാൽ റിസീവറിന്റെ കേപ്പബിലിറ്റി ആണ്. ഇനി എത്രത്തോളം ബൈറ്റ്സ് അതിന് റിസീവ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ മെമ്മറിയിലോട്ട് ബഫറിലോട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും, അതാണ് ഏതിൽ വരുന്നത്, റിസീവ് വിൻഡോയിൽ വരുന്നത്. ഇനി ഇന്റർനെറ്റ് ചെക്സം is used for error detection. Urgent data pointer എന്ന് പറഞ്ഞാൽ URG ബിറ്റ് 1 ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുമ്പോൾ മീനിങ് എന്താണ്, ഡേറ്റയിൽ അർജന്റ് ഡേറ്റ ഉണ്ട്. ആ അർജന്റ് ഡേറ്റയുടെ ലൊക്കേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, അർജന്റ് ഡേറ്റ പോയിന്റർ യൂസ് ചെയ്യുന്നത്. ഇനി ഈ പറഞ്ഞ റെഗുലർ ഹെഡറിൽ കൂടാണ്ട് എന്തെങ്കിലും അഡീഷണൽ ഡേറ്റ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യാനാണ് ഏത് വെച്ചിരിക്കുന്നത്, ഓപ്ഷൻസ് ഫീൽഡ് വെച്ചിരിക്കുന്നത്. പിന്നെ ഉള്ളത് ഒറിജിനൽ ആപ്ലിക്കേഷൻ ഡേറ്റ. സെഗ്മെന്റ് സ്ട്രക്ചറിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് TCP കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റ്. സോ TCPയുടെ കേസിൽ നമ്മൾ പറഞ്ഞു ഒറിജിനൽ ഡേറ്റ സെൻഡ് ചെയ്യുന്നതിന് മുന്നേ സെൻഡിങ് പ്രോസസ്സും റിസീവിംഗ് പ്രോസസ്സും ഒരു 3-way ഹാൻഡ് ഷേക്ക് കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റ് പ്രോസസ് എന്ത് ചെയ്തിരിക്കണം, കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഈ കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റ് പ്രോസസ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷമാണ് എന്ത് സെൻഡ് ചെയ്യുന്നത്, ഒറിജിനൽ ഡേറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും സെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ആണെങ്കിൽ 3-way ഹാൻഡ് ഷേക്ക് പ്രോസസ് ആണ്. ഇവിടെ നോക്കിയാൽ ക്ലയന്റ് സൈഡിൽ നിന്ന് ആദ്യം എന്ത് സെൻഡ് ചെയ്യാണ്, ഒരു സിൻ സെഗ്മെന്റ്, ഒരു പെർട്ടിക്കുലർ സ്പെഷ്യൽ സെഗ്മെന്റ് സെൻഡ് ചെയ്യുന്നു. അതിനകത്ത് ഒറിജിനൽ ഡേറ്റ, ആപ്ലിക്കേഷൻ ലെയർ ഡേറ്റ ഒന്നുമില്ല, സോഴ്സ് പോർട്ട് അഡ്രസ്സും ഡെസ്റ്റിനേഷൻ പോർട്ട് അഡ്രസ്സും സീക്വൻസ് നമ്പറും കാണും. അതുകൂടാണ്ട് സിൻ ബിറ്റിന് ഇറ്റ് ഇസ് സെറ്റ് ടു 1. സിൻ ബിറ്റിന് എന്ത് ചെയ്തിട്ടുണ്ട്, കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റിന് വേണ്ടിയിട്ടായതുകൊണ്ട് സിൻ ബിറ്റിന് 1 ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഇനിഷ്യലൈസേഷൻ സീക്വൻസ് നമ്പറും കൊടുത്തിട്ടുണ്ട്, എക്സ് എന്ന് പറഞ്ഞ ഒരു ഇനിഷ്യലൈസേഷൻ സീക്വൻസ് നമ്പറും കൊടുത്തു. സോ റിസീവിംഗ് പ്രോസസ്സിലെത്തി. സോ സെർവർ സൈഡിൽ എത്തുമ്പോൾ തിരിച്ച് ഇത് അക്സെപ്റ്റബിൾ ആണെങ്കിൽ അത് തിരിച്ച് എന്ത് സെൻഡ് ചെയ്യും, അക്നോളജ്മെന്റ് സെഗ്മെന്റ് സെൻഡ് ചെയ്യും. അതിനകത്തും സിൻ ബിറ്റും സെറ്റ് ചെയ്തിരിക്കും 1 ആയിട്ട്, ACK ബിറ്റും എന്തായിട്ട് 1 ആയിട്ട് സെറ്റ് ചെയ്തിരിക്കും. ഇനി അതിൻ്റെതായ ഒരു സീക്വൻസ് നമ്പർ, ഇനിഷ്യലൈസേഷൻ സീക്വൻസ് നമ്പർ കൊടുക്കും, അത് Y എന്ന് പറഞ്ഞു കൊടുക്കും. ഇനി അത് കൂടാണ്ട് അക്നോളജ്മെന്റ് നമ്പർ ആയിട്ട് എന്ത് കൊടുക്കും, ക്ലയന്റ് സൈഡിൽ നിന്ന് കിട്ടിയത് എക്സ് എന്നുള്ള സീക്വൻസ് നമ്പർ ഉള്ള സെഗ്മെന്റ് ആണ് കിട്ടിയത്. സോ ഇനി അത് എക്സ്പെക്ട് ചെയ്യുന്നത് x+1 ആണ്, നെക്സ്റ്റ് സെഗ്മെന്റ് ആണ് അത് എക്സ്പെക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അക്നോളജ്മെന്റ് നമ്പർ ആയിട്ട് എന്ത് കൊടുത്തു, x+1 കൊടുത്തു. ഇത് എവിടെ എത്തി, റിസീവിംഗ് സൈഡിലെത്തി. സോ ഈ അക്നോളജ്മെന്റ് സെൻഡ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ സെർവർ എന്തും കൂടെ ചെയ്യും, ഈ പറയുന്ന കണക്ഷൻ ആവശ്യമായിട്ടുള്ള ബഫേഴ്സും വേരിയബിൾസും എല്ലാം എന്ത് ചെയ്ത് വെക്കും, അലൊക്കേറ്റ് ചെയ്ത് വെക്കും. ഇനി അടുത്ത റിസീവിംഗ് സൈഡ്, സെൻഡിങ് സൈഡിൽ വീണ്ടും ക്ലയന്റ് സൈഡിലെത്തി. സോ ഇനിയിപ്പോ എന്തായി, കണക്ഷൻ എസ്റ്റാബ്ലിഷ്ഡ് ആയി. അതുകൊണ്ട് ഇനി സെൻഡ് ചെയ്യുന്ന സെഗ്മെന്റ്, ഇനി ഒരു സ്പെഷ്യൽ സെഗ്മെന്റോട് സെൻഡ് ചെയ്യും. അതിനകത്ത് സിൻ ബിറ്റ് 0 ആയിരിക്കും, കണക്ഷൻ എസ്റ്റാബ്ലിഷ്ഡ് ആയതുകൊണ്ട് സിൻ ബിറ്റ് 0 ആയിരിക്കും. ACK ബിറ്റ് 1 ആയിരിക്കും. അക്നോളജ്മെന്റ് ആയിട്ട് എന്ത് സെൻഡ് ചെയ്യും, ഇവിടുന്ന് സെൻഡ് ചെയ്ത് തന്ന സെർവർ സൈഡിൽ നിന്ന് സെൻഡ് ചെയ്ത് തന്നതിന്റെ സീക്വൻസ് നമ്പർ Y ആണ്. സോ അക്നോളജ്മെന്റ് നമ്പർ ആയിട്ട് Y+1 സെൻഡ് ചെയ്യും. അങ്ങനെ ഈ 3-way ഹാൻഡ് ഷേക്ക് പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഒറിജിനൽ ഡേറ്റ സെൻഡ് ചെയ്യാൻ തുടങ്ങുന്നത്. നെക്സ്റ്റ് TCP കണക്ഷൻ ടെർമിനേഷൻ. ഇപ്പൊ ഇവിടെ ഹോസ്റ്റ് A ഹോസ്റ്റ് B കാണിച്ചിട്ടുണ്ട്. Aക്കോ Bക്കോ ആർക്ക് വേണമെങ്കിലും കണക്ഷൻ ടെർമിനേറ്റ് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ ഇവിടെ ഹോസ്റ്റ് A ടെർമിനേറ്റ് ചെയ്യാണ്. സോ ഹോസ്റ്റ് A സെൻഡ് ചെയ്യുന്ന സെഗ്മെന്റിൽ ഫിൻ ബിറ്റ് 1 ആയിട്ട് കാണിക്കുന്നു. ഫിൻ ബിറ്റ് 1 ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ മീനിങ് എന്താണ്, ഈ പറയുന്ന കണക്ഷൻ അത് ടെർമിനേറ്റ് ചെയ്യാൻ പോവാണ്. ഇനി അതിന് ഡേറ്റ ഒന്നും സെൻഡ് ചെയ്യാനില്ല. അതിന്റെ സീക്വൻസ് നമ്പർ X എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ഇനി ഹോസ്റ്റ് B ഇത് റിസീവ് ചെയ്യുന്നു. ഹോസ്റ്റ് B ഇത് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ച് അക്നോളജ്മെന്റ് സെൻഡ് ചെയ്യും. അതിൽ അക്നോളജ്മെന്റ് നമ്പർ എന്തായിരിക്കും, x+1 ആയിരിക്കും ഉണ്ടാവുക. ഹോസ്റ്റ് B അപ്പോഴും ഹോസ്റ്റ് B കണക്ഷൻ ടെർമിനേറ്റ് ചെയ്യണം എന്നില്ല. ഹോസ്റ്റ് Bക്ക് ഇനിയും ഡേറ്റ സെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ ആ ഡേറ്റ എല്ലാം എന്ത് ചെയ്തുകൊണ്ടിരിക്കാം, സെൻഡ് ചെയ്തുകൊണ്ടിരിക്കാം. പക്ഷെ ഹോസ്റ്റ് A എന്ത് ചെയ്ത് കഴിഞ്ഞു, ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. Aക്ക് ഇനി സെൻഡ് ചെയ്യാൻ ഡേറ്റ ഒന്നുമില്ല.
ഇനി ഹോസ്റ്റ് ബിക്ക് ക്ലോസ് ചെയ്യണമെങ്കിൽ ഹോസ്റ്റ് ബിയും ഇതുപോലെ എന്ത് സെൻഡ് ചെയ്യും, fin bit 1 ആക്കി സെൻഡ് ചെയ്യും. സീക്വൻസ് നമ്പർ y ആണ്. സോ അതിന്റെ തിരിച്ച് അക്നോളജ്മെന്റ് ആര് സെൻഡ് ചെയ്യുന്നു, ഹോസ്റ്റ് എ സെൻഡ് ചെയ്യുന്നു. അപ്പൊ അക്നോളജ്മെന്റ് നമ്പർ y+1 എന്ന് പറഞ്ഞ് സെൻഡ് ചെയ്യുന്നു. സോ ഇത് കഴിയുമ്പോൾ ഇത് കഴിയുമ്പോൾ ഹോസ്റ്റ് എയുടെ സൈഡിലും ബിയുടെ സൈഡിലും അതുവരെ അലക്കേറ്റ് ചെയ്തിരുന്ന ബഫറും കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്യാൻ പറ്റും, ഡി അലക്കേറ്റ് ചെയ്ത് വേറെ കണക്ഷൻസിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് congestion control and quality of service. Congestion control and quality of service are two issues so closely bound together. അങ്ങനെ പറയാൻ കാര്യം, ഇപ്പോൾ കൺജഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് നെറ്റ്വർക്കിൽ വരുന്ന ട്രാഫിക് കൺജഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന മെത്തേഡ്സ് അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യാനും എലിമിനേറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന മെത്തേഡ്സ് എന്ന് പറയുന്നത് ക്വാളിറ്റി ഓഫ് സർവീസ് ഇംപ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ട്രാഫിക് കൺജഷൻ കുറയാനായിട്ട് എടുക്കുന്ന മെത്തേഡ്സ് എല്ലാം തന്നെ എന്തും ഹെൽപ്പ് ചെയ്യും, ക്വാളിറ്റി ഓഫ് സർവീസിനെ ഇംപ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് കൺജഷൻ കൺട്രോൾ ആണെങ്കിലും ക്വാളിറ്റി ഓഫ് സർവീസ് ആണെങ്കിലും അതിന്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് എന്താണ്, ഡേറ്റ ട്രാഫിക് ആണ്. സോ ഈ ഡേറ്റ ട്രാഫിക്കിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് കുറച്ച് ക്വാളിറ്റേറ്റീവ് വാല്യൂസ് ഉണ്ട്. അതിന് നമുക്ക് എന്ത് പറയാം, ട്രാഫിക് ഡിസ്ക്രിപ്റ്റേഴ്സ് എന്ന് പറയാം. ഇവിടെ ഇപ്പോൾ ഈ ഡയഗ്രത്തിൽ ഈ ട്രാഫിക് ഡിസ്ക്രിപ്റ്റേഴ്സ് കാണിച്ചിട്ടുണ്ട്. ഒരെണ്ണം എന്ന് പറയുന്നത് ആവറേജ് ഡേറ്റ റേറ്റ് ആണ്. ആവറേജ് ഡേറ്റ റേറ്റ് ഈ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് ആവറേജ് ഡേറ്റ റേറ്റ്. ആവറേജ് ഡേറ്റ റേറ്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബിറ്റ്സ്, ഒരു പെർട്ടിക്കുലർ പീരീഡിൽ സെൻഡ് ചെയ്ത നമ്പർ ഓഫ് ബിറ്റ്സ്. ഒരു പെർട്ടിക്കുലർ പീരീഡ് എടുക്കാം, ആ പീരീഡിൽ എത്ര ബിറ്റ്സ് സെൻഡ് ചെയ്തിട്ടുണ്ട്, സെൻഡ് ചെയ്ത നമ്പർ ഓഫ് ബിറ്റ്സ് divided by number of seconds in that period. ആ പീരീഡിലുള്ള നമ്പർ ഓഫ് സെക്കൻഡ്സ്, അതാണ് എന്തെന്ന് പറയുന്നത് ആവറേജ് ഡേറ്റ റേറ്റ്. അതായത് എമൗണ്ട് ഓഫ് ഡേറ്റ ഡിവൈഡഡ് ബൈ ടൈം, എമൗണ്ട് ഓഫ് ഡേറ്റ ഡിവൈഡഡ് ബൈ ടൈം ആണ് എന്ന് പറയുന്നത് ആവറേജ് ഡേറ്റ റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ചില സമയം ഡേറ്റ റേറ്റ് കൂടുതലായിരിക്കും, ചില സമയം ഡേറ്റ റേറ്റ് കുറവായിരിക്കും. സോ അത് വെച്ചിട്ട് നമ്മൾ എന്ത് എടുക്കുകയാണ്, ഒരു പെർട്ടിക്കുലർ പീരീഡിന്റെ ആവറേജ് ഡേറ്റ റേറ്റ് എടുക്കുന്നു. സോ ആവറേജ് ഡേറ്റ റേറ്റ്. ഇനി അടുത്തത് പീക്ക് ഡേറ്റ റേറ്റ്. അതായത് ഒരു പെർട്ടിക്കുലർ ഡേറ്റ ട്രാഫിക്കിൽ പീക്ക് വരുന്ന മാക്സിമം ഡേറ്റ റേറ്റിനെ എന്തെന്ന് പറയുന്നത് പീക്ക് ഡേറ്റ റേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് പീക്ക് ഡേറ്റ റേറ്റ്. അതായത് മാക്സിമം വൈ ആക്സിസിൽ വരുന്ന മാക്സിമം വാല്യൂ, ഇവിടെ ഇപ്പോൾ വൈ ആക്സിസിൽ വരുന്ന മാക്സിമം വാല്യൂ, അതാണ് എന്തെന്ന് പറയുന്നത് പീക്ക് ഡേറ്റ റേറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത മാക്സിമം ബേസ്റ്റ് സൈസ്, അതായത് എത്രത്തോളം ടൈം ഈ പീക്ക് റേറ്റിൽ നിൽക്കുന്നു, മാക്സിമം എത്രത്തോളം സമയം പീക്ക് റേറ്റിൽ നിൽക്കുന്നു അതിനെയാണ് മാക്സിമം ബേസ്റ്റ് സൈസ് എന്ന് പറയാം. അപ്പൊ ഇവിടെ നോക്കിയാൽ ഇതാണ് പീക്ക് ഡേറ്റ റേറ്റ്. അപ്പൊ അതിൽ എത്ര സമയം നിൽക്കുന്നു അത്രയും സമയത്തിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മാക്സിമം ബേസ്റ്റ് സൈസ് എന്ന് പറയാം. ഇനി ഇത് കൂടാണ്ട് ഒരെണ്ണം കൂടെ ഉണ്ട്, എഫക്റ്റീവ് ബാൻഡ്വിഡ്ത്ത്. ഈ എഫക്റ്റീവ് ബാൻഡ്വിഡ്ത്ത് ആണ് നെറ്റ്വർക്ക് ഒരു പെർട്ടിക്കുലർ ഡേറ്റ ട്രാഫിക്കിന് വേണ്ടി എത്ര ബാൻഡ്വിഡ്ത്ത് അലൊക്കേറ്റ് ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഈ എഫക്റ്റീവ് ബാൻഡ്വിഡ്ത്ത് ആണ്. ഈ എഫക്റ്റീവ് ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത് ഈ പറയുന്ന മൂന്ന് ആൾക്കാരുടെ ഫംഗ്ഷൻ ആണ്. ആവറേജ് ഡേറ്റ റേറ്റ്, പീക്ക് ഡേറ്റ റേറ്റ്, മാക്സിമം ബേസ്റ്റ് സൈസ്. അപ്പൊ ഇത് മൂന്നിന്റെ ഫംഗ്ഷൻ ആയിട്ടാണ് എന്ത് വരുന്നത്, എഫക്റ്റീവ് ബാൻഡ്വിഡ്ത്തിനെ ഡിസൈഡ് ചെയ്യുന്നത്. ഈ പറഞ്ഞ ട്രാഫിക് ഡിസ്ക്രിപ്റ്റേഴ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആവറേജ് ഡേറ്റ റേറ്റ്, ആവറേജ് ഡേറ്റ റേറ്റ് is amount of data divided by time. Peak data rate defines the maximum data rate of the traffic. Maximum burst size എന്ന് പറഞ്ഞാൽ maximum length of time the traffic is generated at the peak rate. Effective bandwidth പറഞ്ഞാൽ bandwidth that the network needs to allocate for the flow of traffic. Effective bandwidth എന്ന് പറയുന്നത് ആരുടെയൊക്കെ ഫംഗ്ഷൻ ആണ്, ആവറേജ് ഡേറ്റ റേറ്റ്, പീക്ക് ഡേറ്റ റേറ്റ്, മാക്സിമം ബേസ്റ്റ് സൈസ്, ഇവരുടെ എല്ലാം ഫംഗ്ഷൻ ആണ് എന്തെന്ന് പറയുന്നത് എഫക്റ്റീവ് ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ട്രാഫിക് പ്രൊഫൈൽസ് ആണ്. ഡേറ്റ ഫ്ലോയ്ക്ക് ഡിഫറെന്റ് ട്രാഫിക് പ്രൊഫൈൽസ് വരാം. അതിൽ കാണിച്ചിരിക്കുന്ന ഫസ്റ്റ് വൺ കോൺസ്റ്റന്റ് ബിറ്റ് റേറ്റ് ട്രാഫിക് പ്രൊഫൈൽ ആണ്. ഇവിടെ നോക്കിയാൽ ഡേറ്റ റേറ്റ് ചേഞ്ച് ഒന്നും വരുന്നില്ല, ഡേറ്റ റേറ്റ് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കുന്നു. അതായത് ഇവിടെ നമുക്ക് നോക്കിയാൽ ആവറേജ് ഡേറ്റ റേറ്റും പീക്ക് ഡേറ്റ റേറ്റും, ആവറേജ് ഡേറ്റ റേറ്റും പീക്ക് ഡേറ്റ റേറ്റും എന്തായിരിക്കും, സെയിം ആയിരിക്കും. കാര്യം ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ ഡേറ്റ റേറ്റ് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ട്രാഫിക്കിനെ ഹാൻഡിൽ ചെയ്യാൻ നെറ്റ്വർക്കിന് ഈസിയർ ആണ്. കാര്യം ഇത് പ്രഡിക്റ്റബിൾ ആണ്, ഡേറ്റ റേറ്റിൽ ചേഞ്ചസ് ഒന്നും വരാത്തതുകൊണ്ട് എത്ര ബാൻഡ്വിഡ്ത്ത് അലൊക്കേറ്റ് ചെയ്യണം എന്നൊക്കെ പ്രഡിക്റ്റ് ചെയ്യാൻ ആർക്ക് പറ്റും, നെറ്റ്വർക്കിന് പറ്റും. സോ കോൺസ്റ്റന്റ് ബിറ്റ് റേറ്റ് ആണ് ഏറ്റവും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. അടുത്ത വേരിയബിൾ ബിറ്റ് റേറ്റ്. വേരിയബിൾ ബിറ്റ് റേറ്റിൽ നോക്കിയാൽ നമുക്ക് കാണാം ഡേറ്റ റേറ്റ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നില്ല, ഇറ്റ് ചേഞ്ചസ് വിത്ത് ടൈം, ടൈമിനനുസരിച്ച് ഡേറ്റ റേറ്റ് മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആവറേജ് ഡേറ്റ റേറ്റും പീക്ക് ഡേറ്റ റേറ്റ്, പീക്ക് ഡേറ്റ റേറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിന്റെ ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിലുള്ള ആവറേജ് ഡേറ്റ റേറ്റ് എടുത്താൽ രണ്ട് വാല്യൂസും ഡിഫറെന്റ് ആയിരിക്കും. ആവറേജ് ഡേറ്റ റേറ്റും പീക്ക് ഡേറ്റ റേറ്റും എന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും.
പക്ഷെ ഇവിടെ ചേഞ്ചസ് എന്ന് പറയുന്നത് ഭയങ്കര സഡനോ ഷാർപ്പോ അല്ല. പെട്ടെന്ന് ഡേറ്റ റേറ്റ് കുറയോ പെട്ടെന്ന് ഡേറ്റ റേറ്റ് കൂടുകയോ ഒന്നും ചെയ്യുന്നില്ല. വളരെ സ്മൂത്ത് ആയിട്ടാണ് ചേഞ്ചസ് വരുന്നത്. അപ്പോൾ കോൺസ്റ്റന്റ് ബിറ്റ് റേറ്റിനേക്കാൾ കുറച്ചുകൂടെ പാടായിരിക്കും ആരെ ഹാൻഡിൽ ചെയ്യാൻ, വേരിയബിൾ ബിറ്റ് റേറ്റിനെ ഹാൻഡിൽ ചെയ്യാൻ. അടുത്ത നെക്സ്റ്റ് ബേഴ്സ്റ്റി ബിറ്റ് റേറ്റ് ആണ്, ബേഴ്സ്റ്റി പ്രൊഫൈൽ ആണ്. ബേഴ്സ്റ്റി പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ പെട്ടെന്നാണ് ചേഞ്ചസ് വരിക. ഡേറ്റ റേറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, അതും വിത്തിൻ മൈക്രോ സെക്കൻഡ്സിലായിരിക്കും ഡേറ്റ റേറ്റ് ചേഞ്ച് ചെയ്യാം. അതായത് പെട്ടെന്ന് തന്നെ സീറോയിന്ന് വിത്തിൻ മൈക്രോ സെക്കൻഡ്സ് വേണമെങ്കിൽ 0 1 Mbps പോവാം. അതിനാണ് എന്തെന്ന് പറയുന്നത് ബേഴ്സ്റ്റി ഡേറ്റ ഫ്ലോ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കിയാൽ തന്നെ കാണാം, ഒരു ഹയർ വാല്യൂല് നിൽക്കുകയാണ് ഡേറ്റ റേറ്റ്, അത് പെട്ടെന്ന് തന്നെ ഷാർപ്പായിട്ട് സഡൻ ആയിട്ട് എന്തിലോട്ട് പോവാണ്, 0 പോകുന്നു. വീണ്ടും അത് എന്ത് ചെയ്യുന്നു, ഡേറ്റ റേറ്റ് കൂടുന്നു. സോ ഈ ബേഴ്സ്റ്റി ഡേറ്റ ട്രാഫിക്കിനെ ഹാൻഡിൽ ചെയ്യാനാണ്, ബേഴ്സ്റ്റി ടൈപ്പ് ഓഫ് ട്രാഫിക്കിനെ ഹാൻഡിൽ ചെയ്യാനാണ് നെറ്റ്വർക്കിനെ കൂടുതൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത്. കാര്യം ഇത് കൂടുതൽ അൺപ്രഡിക്റ്റബിൾ ആണ്. സോ നെറ്റ്വർക്കിൽ കൂടുതൽ കൺജഷൻ ഉണ്ടാക്കാൻ കാരണമായിട്ട് വരുന്നത് ആരായിരിക്കും, ഈ ബേഴ്സ്റ്റി ടൈപ്പ് ഓഫ് ട്രാഫിക് ആയിരിക്കും. നെക്സ്റ്റ് ലെക്ചറിൽ കൺജഷൻ കൺട്രോൾ മെത്തേഡ്സ് പറയാം.